കന്നുകാലികൾക്കും സൂര്യാഘാതമുണ്ടാകാം. ഉഷ്ണതരംഗം തുടരുന്ന സാഹചര്യത്തിൽ കന്നുകാലികൾക്കും സൂര്യാഘാതമുണ്ടാകാൻ സാധ്യതയെന്ന് ക്ഷീരവികസന വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലികൾക്ക് കിതപ്പ്, തളർച്ച, അമിതമായി ഉമിനീർ ഒലിക്കുക, പുല്ലും വൈക്കോലും തിന്നുന്നതിന് മടി എന്നിവ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങളാവാം. ഇവ കണ്ടാൽ അടിയന്തരമായി മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം. കനത്ത ചൂട് മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥയെയും പാലുൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കും. കടുത്ത ചൂടിൽ കിതച്ചും അണച്ചും പശുക്കൾ തളരും, തീറ്റയെടുക്കുന്നത് കുറയും. ഇതൊഴിവാക്കാനായി തൊഴുത്തിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. തൊഴുത്തിന്റെ വശങ്ങളിൽ ഫാൻ സ്ഥാപിക്കുന്നത് ഉചിതമാണ്. ശരീരത്തിലുണ്ടാകുന്ന ചൂട് കുറയ്ക്കുന്നതിനായി കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലാക്കി ക്രമീകരിക്കണമെന്നും പറയുന്നു. പകൽ ധാരാളം ജലാംശമടങ്ങിയ തീറ്റപ്പുല്ല്, അസോള, ചീമക്കൊന്ന, അകത്തി, മുരിങ്ങ തുടങ്ങിയ ഇലത്തീറ്റകൾ നൽകണം. തീറ്റപ്പുല്ലിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സൈലേജ് നൽകാം. പകൽ 10-നും വൈകിട്ട് 3-നും ഇടയിൽ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും നെൽപ്പാടങ്ങളിൽ കെട്ടിയിട്ട് മേയ്ക്കുന്നതും ഒഴിവാക്കണമെന്നും തൊഴുത്തിൽ 24 മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണമെന്നും ക്ഷീരവികസന വകുപ്പ് അറിയിച്ചു. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.